പറയുന്നതാണ്. നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതാത് ദിവസത്തെ നോട്ട്സ് വളരെ ഡീറ്റെയിൽഡ് ആണ്. അത് അതേപോലെ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇത് ഞാൻ തയ്യാറാക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും കൂടെ ഒരു സപ്പോർട്ട് ആയി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് തയ്യാറാക്കിയത്. മാത്രവുമല്ല, ഈ ഒരു സബ്ജക്റ്റിന്റെ ഞാൻ എടുക്കുന്ന ഈ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് മാത്രമായിട്ട് ഞാനൊരു 100 ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് തരും, ക്വസ്റ്റ്യനും ആൻസറും. അപ്പൊ അത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ എന്നുള്ളതല്ല. പരമാവധി അത് പഠിക്കുകയും സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ക്ലാസ് തുടങ്ങാം. അതായത് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് KCS ആക്ടിലെ 4ാമത്തെ ചാപ്റ്ററിലാണ്. അതായത് KCS ആക്ട് പല ചാപ്റ്ററിലാണ് ഓരോ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയാമോ? ആക്ടിൽ 16 ചാപ്റ്റർ ഉണ്ട്, റൂളിൽ 15 ചാപ്റ്റർ. സാധാരണ ആക്ടിലെ 1ാമത്തെ ചാപ്റ്ററും റൂളിലെ 1ാമത്തെ ചാപ്റ്ററും ഒരേ ഇതായിരിക്കും. പക്ഷെ ആക്ടിൽ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, അത് 16ാമത്തേതാണ്. 16ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അതിന് റൂളില്ല, ആക്ടിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ആ റൂള് വരാത്തത്. ഇപ്പൊ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാപ്റ്റർ 4ലാണ്. അതിൽ സെക്ഷൻ 27 മുതൽ 34 വരെയും റൂള് 29 മുതൽ 50 വരെ, അതായത് 27ാമത്തെ സെക്ഷൻ മുതൽ 34ാമത്തെ സെക്ഷൻ വരെയും റൂള് 29 മുതൽ 50 വരെയും ആണ് ഈ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വന്നിട്ടുള്ളത്. ഞാൻ ഈ ചാപ്റ്റർ എടുത്ത് പറയുന്നതിന്റെ കാര്യം, ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡ് മുമ്പിട്ട ഒരു പരീക്ഷയിൽ ഈ ചാപ്റ്ററുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ നിയമത്തിലെ 7 ചാപ്റ്ററിലാണെന്ന് പറഞ്ഞാൽ ഏത് ചാപ്റ്ററിലാണ്? 4ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം വരുന്നത് സെക്ഷൻ 27. സെക്ഷൻ 27 ആണ് പറയുന്നത്. ഈ സെക്ഷൻ 27 2 വിഭാഗമുണ്ട്, സബ് റൂളുകൾ, സബ് ഇതുണ്ട്. ഒന്ന് 27(1), അടുത്തത് 27(2). 27(1) എന്ന് പറയുന്നത് ഒരു സംഘത്തിന്റെ ഫൈനൽ അതോറിറ്റി ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ജനറൽ ബോഡി. അതെ, ജനറൽ ബോഡിയാണ്. ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദി ജനറൽ ബോഡി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അത് സെക്ഷൻ 27 സബ്സെക്ഷൻ 1 ആണ് അത് പറയുന്നത്. അതായത് രജിസ്ട്രാറോ ഗവൺമെന്റോ മറ്റു ആരുമല്ല, സംഘത്തിന്റെ പരമാധികാര സഭ എന്ന് പറയുന്നത് അതിന്റെ ജനറൽ ബോഡി ആണ്. ഓരോ സംഘത്തിന്റെയും, പക്ഷെ ആ സംഘം ആക്ടിനും റൂളിനും സംഘത്തിന്റെ നിയമാവലി പ്രകാരവും വർക്ക് ചെയ്യുന്ന അതായിരിക്കും. ഇനി സെക്ഷൻ 27(2) എന്ന് പറയുന്നത്, അതായത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2, അത് ജനറൽ ബോഡിക്ക് താഴെയായിട്ട് വലിയ സഹകരണ സംഘങ്ങൾ, അതായത് ഞാൻ വലുതെന്ന് ഉദ്ദേശിച്ചത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിൽ മുകളിൽ ഉള്ള സംഘങ്ങളിലും 1000 പേരിൽ കൂടുതലുള്ള സംഘങ്ങളിലും ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്.
അത് സെക്ഷൻ 27(2). അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി, പ്രാതിനിധ്യ പൊതുയോഗം. ഈ പ്രാതിനിധ്യ പൊതുയോഗത്തിന് ജനറൽ ബോഡിക്കുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്, എന്നാൽ 2 അധികാരങ്ങളില്ല. ജനറൽ ബോഡിക്കുള്ള മിക്കവാറും എല്ലാ അധികാരവും ഉണ്ട്, 2 അധികാരങ്ങൾ ഒഴിച്ച്. ഈ 2 അധികാരങ്ങൾ ഏതാണ്? ഒന്ന്, ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം, എലക്ഷൻ ടു ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ഫുൾ ജനറൽ ബോഡിക്ക് മാത്രമേ അധികാരമുള്ളൂ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരമില്ല. പിന്നെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാൻ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരമില്ല. അതിനുള്ള അധികാരം ജനറൽ ബോഡിക്ക് മാത്രമേ ഉള്ളൂ. ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഓരോ ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ എണ്ണവും എല്ലാം ബൈലായിലോ കാണും. അപ്പൊ ആ ബൈലായിൽ അത് മാറ്റാനുള്ള അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കില്ല, അത് ജനറൽ ബോഡിക്കുള്ളൂ. മറ്റ് എല്ലാ അധികാരങ്ങളും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കുണ്ട്, ഇൻക്ലൂഡിംഗ് ബൈല അമെൻമെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, except the provisions relating to the constitution of representative general body. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന്, the final authority of a society shall vest in the dash, അത് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ്. അല്ലെങ്കിൽ സെക്ഷൻ 27 എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരം ഏതാണ്? ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷൻ 27 നിന്ന് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതോ എന്തെങ്കിലും ക്ലാരിറ്റി വേണമോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ കാണും, അതിൽ വാട്സപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലിടാം. ഇനി അടുത്തത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അത് റൂൾ 34 പറയുന്നത്. ഓർത്തോളണം, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആണ്. പക്ഷെ അത് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് റൂൾ 34 ഇപ്പൊ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ ആരൊക്കെ കാണും? സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ അംഗങ്ങൾ ആയിരിക്കും. ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ അംഗങ്ങളായിരിക്കും. പിന്നെ ഓരോ സംഘത്തിന്റെയും വലിപ്പം അനുസരിച്ച് ഒരു പ്രത്യേക പ്രദേശത്ത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഒരംഗം കുറഞ്ഞത് ഒരു 50 പേരെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കണം. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ ഒരംഗം ആ സംഘത്തിലെ മെമ്പർമാരിലുള്ള 50 പേരെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതനുസരിച്ച് ഓരോ സംഘത്തിന്റെയും ബൈലായില് തിരഞ്ഞെടുക്കപ്പെടേണ്ട റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ മിനിമം പറയുന്നുണ്ട്, മിനിമം 50 പേര്. ഓർത്തോളുക, മിനിമം 50 പേര്. ആ 50 പേരെന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിൽ 2500 മെമ്പർമാരുണ്ടെങ്കിൽ 50 പേര് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ വേണം. 2500-നും 10,000-നും ഇടയിലാണെങ്കിൽ 200 പേര്. ഇനി അതിൽ കൂടുതലാണെങ്കിൽ പരമാവധി 500 പേര്. അപ്പം ഇതിൽ ഓർക്കേണ്ട കാര്യം, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ
മിനിമം മെമ്പേഴ്സ് 50 പേര്, മാക്സിമം മെമ്പേഴ്സ് 500 പേര്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലുള്ള മൊത്തം ഇതിൽ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇത് പറയുന്നത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാലാവധി, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അത് സംഘത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്നതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കും. അത് അതേ ദിവസമായിരിക്കും. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെയും ഭരണസമിതിയുടെയും തിരഞ്ഞെടുപ്പും നടക്കുന്നത് ഒരേ ദിവസമായിരിക്കും. കാലാവധി 5 വർഷമായിരിക്കും. ഈ കാലാവധി എന്ന് പറയുന്ന 5 വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടന്ന തീയതി മുതൽ 5 വർഷമാണ്. ഓർത്തോളണം, ഒരു ഭരണസമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇലക്ഷൻ ഡേറ്റ് മുതൽ 5 വർഷം ആയിരിക്കും. അടുത്തത് അപ്പം സെക്ഷൻ 27 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 27 റൂള് 34 ഇത് ഇത്രയും പറഞ്ഞു, നോട്ട്സിലുണ്ട്. അടുത്തത് അപ്പോയിന്റ്മെന്റ് ഓഫ് എ കമ്മിറ്റി, അതായത് ഭരണസമിതിയെ നിയമനം സംബന്ധിച്ച്. ഭരണസമിതിയെ നിയമിക്കുന്നത് ആരാണ്? ജനറൽ ബോഡി അല്ലേ? ജനറൽ ബോഡിയാണ് ഭരണസമിതിയെ നിയമിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഇതിന് നിങ്ങൾ നോക്കാനുള്ളത് ജീവനക്കാർ, എംപ്ലോയീസിന്റെ തൊട്ട് മുകളിൽ ആരാണ്? സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവിന്റെ മുകളിൽ പ്രസിഡന്റിന്റെ മുകളിലായിട്ട് ഭരണസമിതി, കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി. ഈ മാനേജിംഗ് കമ്മിറ്റിക്ക് മുകളിലാണ് ശരിക്ക് ജനറൽ ബോഡി വരുന്നത്. കാര്യം ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. അപ്പം നമ്മുടെ ഒരു ഹയറാർക്കി ഇങ്ങനെയാണ്: എംപ്ലോയീസ്, ചീഫ് എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഭരണസമിതിക്കാണ്. ഭരണസമിതി ആർക്ക് വിധേയനായിരിക്കണം? ജനറൽ ബോഡിക്ക് വിധേയമായി. അപ്പം ഒരു സംഘത്തിന്റെ ജനറൽ ബോഡി 5 വർഷത്തേക്ക് ആ സംഘത്തിന്റെ ബൈലായിൽ പറയുന്ന രീതിയിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി മാനേജ്മെന്റിന്റെ അധികാരം ഏൽപ്പിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് എലക്ഷൻ മുതലാണ് 5 വർഷം കണക്കാക്കുന്നത്. ജിഷ ബിനോയ്, സംശയം ഉണ്ടോ? വോളിയം കുറവുണ്ടോ? ആരെങ്കിലും കേൾക്കാതെ വരുന്നുണ്ടോ? ആർക്കെങ്കിലും കേൾക്കാതെ വരുന്നുണ്ടോ? സർ വോളിയം കുറവുണ്ട്. വോളിയം കുറവുണ്ടോ? വോളിയം കുറവാണ് സർ. വോളിയം കുറവാണല്ലേ? ഓക്കെ, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹലോ, കേൾക്കാമോ? വോളിയം വേണോ? കേൾക്കാം സർ, പക്ഷെ വോളിയം കാലാവധി വോളിയത്തിന്റെ പ്രശ്നമുണ്ടോ? വോളിയം കിട്ടാതെ വരുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട് സാറേ. കേൾക്കുന്നുണ്ടല്ലോ. സാജു സാറിന്റെ മൈക്കിനകത്ത് നല്ല വോളിയം ഉണ്ട്, മറ്റേതിൽ ഇത്തിരി വോളിയം ഉണ്ട്. ഓക്കെ, അത് അറേഞ്ച് ചെയ്തോളൂ.
ഹലോ, കേൾക്കാമോ? നല്ല സൗണ്ട് ഇപ്പൊ ഓക്കെ സാറേ. ഒരു ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കണക്കാക്കുന്നത് ഡേറ്റ് ഓഫ് ഇലക്ഷൻ മുതലാണ്, അല്ലാതെ ഡേറ്റ് ഓഫ് ടേക്കിംഗ് ചാർജ് അല്ല. അതിൽ വരാം. എന്ന് മുതൽ 5 വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് ഡേറ്റ് ഓഫ് ഇലക്ഷൻ മുതൽ 5 വർഷം ആണ് ഭരണസമിതിയുടെ കാലാവധി കണക്കാക്കുന്നത്. ഇനി ഒരു സംഘം എന്താണ് സംശയം? സംശയം പേര് കാണിക്കും. പേരെന്താണ്? സർ സൗണ്ട് ക്ലിയർ ഇല്ല. സൗണ്ട് ഇപ്പൊ ക്ലിയർ അല്ലേ? സർ എക്കോ ഉണ്ട്. 2 മൈക്ക് ഓൺ ആയതുകൊണ്ടായിരിക്കാം. ഹായ് സാറിന്റെ മൈക്ക് ഓൺ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ 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 അത് ഓഫ് ചെയ്യാം. കൊടുക്കാം. ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കണക്കാക്കുന്നത് ഡേറ്റ് ഓഫ് ഇലക്ഷൻ മുതലാണ്. സാജിദ് സാറിന്റെ മൈക്കിന്റെ സൗണ്ട് കൂടെ ഒന്ന് കുറച്ചേക്കണേ. സ്പീക്കറിന്റെ സൗണ്ട് കൂടെ കുറച്ചാൽ മതി, എന്നിട്ട് റെഡി ആയിക്കോളൂ. അടുത്തടുത്ത് നിൽക്കുന്നോണ്ടാ. ഓക്കെ ഇനി ഒരു പ്രൈമറി സഹകരണ സംഘത്തിലെ ഭരണസമിതിയിൽ മിനിമം 7 പേരും മാക്സിമം 15 പേരും ആണ് ഭരണസമിതി നിയമപ്രകാരം ACS ആക്ട് പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ളത്. അതായത് ഒരു ഭരണസമിതിയിൽ മിനിമം 7 പേരും മാക്സിമം 15 പേരും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ. എന്നാൽ അപ്പെക്സ് സെൻട്രൽ സംഘങ്ങളിൽ മാക്സിമം 21 പേർ. അതായത് ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ മിനിമം 7 പേര്, മാക്സിമം 15 പേര്. സെൻട്രൽ ആൻഡ് അപ്പെക്സ് സംഘങ്ങളിൽ മാക്സിമം 21, 15 അല്ല 21 പേര്. ഇത് ഓർത്തോളണം. കാര്യം ഓരോ സംഘത്തിനും വ്യത്യാസം വരും. അതിന്റെ ബൈല അനുസരിച്ച് ഓരോ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. പക്ഷെ മിനിമം 7 പേരും മാക്സിമം 15 കൂടാനും പാടില്ല. ഇത് ഓർത്തോളണം. മിനിമവും മാക്സിമവും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പെക്സ് സെൻട്രൽ സംഘങ്ങളിൽ, അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഒഴിച്ചുള്ളവയിൽ മാക്സിമം എന്ന് പറയുന്നത് 21 പേരാണ്, 21. ഇനി ഫെഡറൽ ടൈപ്പ് സംഘങ്ങളുണ്ട്. ഫെഡറൽ ടൈപ്പ് സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ആ സംഘത്തിലെ അംഗങ്ങളായിട്ട് മറ്റ് സഹകരണ സംഘങ്ങൾ, ഗവൺമെന്റ്, ഇൻഡിവിജ്വൽസ് എന്നിവരായിരിക്കും അതിലെ അംഗങ്ങൾ. എന്നാൽ അതിലെ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 25% അധികരിക്കുവാൻ പാടില്ല. അത് ഫെഡറൽ സംഘങ്ങളിൽ ഉള്ളതാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാർ ഫെഡറൽ സംഘങ്ങളിൽ
ഭരണസമിതിയിൽ ഇൻഡിവിജ്വൽസ് കാണും, ഗവൺമെന്റ്, മറ്റ് സംഘങ്ങൾ. പക്ഷെ കമ്മിറ്റി മെമ്പർമാരിൽ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം സംഘങ്ങളുടെ ഇതിൽ മാറ്റി നോക്കുമ്പോൾ 25% അധികരിക്കാൻ പാടില്ല. അത് സെക്ഷൻ 28 സബ്സെക്ഷൻ 1B പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 28 സബ്സെക്ഷൻ 1B ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭരണസമിതിയിൽ അർബൻ ബാങ്കിന്റെയും പ്രൈമറി ക്രെഡിറ്റ് സംഘങ്ങളുടെയും, അതായത് ക്രെഡിറ്റ് സംഘങ്ങൾ, നിക്ഷേപം വായ്പ സ്വീകരിക്കുന്ന സംഘങ്ങളിൽ, നിക്ഷേപം സ്വീകരിക്കുന്ന ക്രെഡിറ്റ് സംഘങ്ങളിൽ, അതേപോലെ അർബൻ ബാങ്ക്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിലും റിസർവ് ബാങ്കിന്റെ കീഴിലും വരുന്ന അർബൻ ബാങ്കുകളിലും നിക്ഷേപകരുടെ ഒരു പ്രതിനിധി വേണം. നിക്ഷേപകരുടെ ഒരു പ്രതിനിധിക്ക് മിനിമം നിക്ഷേപം 25,000 രൂപ, കുറഞ്ഞ നിക്ഷേപം 25,000 രൂപയായിരിക്കും. നിക്ഷേപകരുടെ ഒരു പ്രതിനിധി വേണം. ആ നിക്ഷേപം അയാള് ഭരണസമിതി അംഗമായി ഇരിക്കുന്നിടത്തോളം കാലം ആ നിക്ഷേപം ബാങ്കിൽ സംഘത്തിൽ വേണം. ഏറെ നിക്ഷേപം എന്ന് പറയുന്നില്ല. SB ആയാലും FD ആയാലും മതി, മറ്റ് നിക്ഷേപങ്ങളായാലും മതി. മിനിമം 25,000 രൂപ. നേരത്തെ അത് 10,000 ആയിരുന്നു. ആ 10,000 രൂപ ഇപ്പോഴത്തെ അമെന്റ്മെന്റിൽ അത് 25,000 എൻഹാൻസ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ പുതിയ അമെന്റ്മെന്റില് ഭരണസമിതിയിൽ ഉള്ള 2 അംഗങ്ങളിൽ 2 സീറ്റ് 40 വയസ്സിലെ താഴെ ഉള്ളവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആക്ട് വന്നതിന് ശേഷം, ആക്ടിൽ അമെന്റ്മെന്റ് വന്നതിന് ശേഷം ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംഘങ്ങളിൽ, അതിനു മുമ്പേ ഉള്ള സംഘങ്ങൾക്ക് ഇത് ബാധകമല്ല. അമെന്റ്മെന്റ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഉള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംഘങ്ങളിൽ 2 സീറ്റ് 40 വയസ്സില് താഴെയുള്ള, ബിലോ 40 years of age, അവർക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 സീറ്റ് വനിതാ വിഭാഗത്തിൽ റിസർവ് ചെയ്തിരിക്കുന്നതെന്നായിരിക്കണം. 1 സീറ്റ് ജനറൽ കാറ്റഗറിയിൽ നിന്നായിരിക്കും. അതായത് നമ്മുടെ സഹകരണ സംഘങ്ങൾ കണ്ടുവരുന്ന ഒരു അപാകത എന്ന് പറയുന്നത് പുതുതലമുറ മാറി നിൽക്കുകയാണ്. പുതുതലമുറയെ ബാങ്കിലേക്ക് ആകർഷിക്കുന്നതിനും പുതുതലമുറയുടെ ഇതനുസരിച്ച് ബാങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും 40 വയസ്സിൽ താഴെയുള്ള 2 പേർ. ഈ 40 വയസ്സെന്ന് പറയുന്നത് അവര് നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിൽ 40 വയസ്സിന് താഴെയായിരിക്കും. സംഘത്തിലെ ഭരണസമിതി അംഗമായിട്ട് നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിൽ 40 വയസ്സിൽ താഴെ ഉള്ളവരായിരിക്കണം. അപ്പം 2 സീറ്റ് 40 വയസ്സിൽ താഴെ ഉള്ളവർക്കായിരിക്കും. പിന്നെ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. അത് ഒരു താലൂക്ക് പുതിയതായിട്ട് വരുമ്പം ഒന്നുകിൽ അവിടെ ഒരു പുതിയ സംഘം രൂപീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു താലൂക്ക് ഇപ്പൊ ഡിവൈഡ് ചെയ്തായിരിക്കും 2 ആവുന്നത്. അപ്പൊ നേരത്തെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഉള്ളവര് ഇതില് ഉള്ളവർ മറ്റേ പഴയ ബാങ്കിൽ മെമ്പർമാരും അവരുടെ ലോണും കാണും. അവരെ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും പുതിയ ബാങ്കിലേക്ക്. അവിടുത്തെ അതിന്റെ അസറ്റും ലയബിലിറ്റിയൊക്കെ നിർണയിക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ അവർ ആ ബാങ്കിന് ബൈഫർക്കേഷൻ, അസറ്റും ലയബിലിറ്റി എല്ലാം
കണക്കാക്കി തീർച്ചയാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഇലക്ഷൻ നടത്തുന്നതിനും മറ്റും സാധിക്കുകയുള്ളൂ. അപ്പൊ അതുവരെ രജിസ്ട്രാർ ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും ഭരണസമിതിയിലേക്ക്. അത് ഭരണസമിതി വരുന്നില്ല, പുതിയൊരു സംഘം, ഒരു താലൂക്ക്, അത് പ്രൈമറി അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് പറഞ്ഞ താലൂക്ക് അടിസ്ഥാനത്തിലാണ് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. അത് ജസ്റ്റ് ആക്ടിൽ ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ നിന്ന് വേറെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു 7 പേര് മിനിമം, മാക്സിമം 15 പേര് വേണം ഒരു ഭരണസമിതിയിൽ. ഇത് കൂടാതെ 2 അംഗങ്ങളെ ഭരണസമിതിക്ക് കോപ്റ്റ് ചെയ്യാം. അത് ഈ 7-ലും 15-ലും വരില്ല. എണ്ണം കണക്കാക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടാതെ 15 അതായത് 15 പേരുള്ള ഒരു ഇതിൽ 2 പേരെ കോപ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ എണ്ണം 17 ആവും. പക്ഷെ ഈ കോപ്റ്റ് ചെയ്യുന്നവർക്ക് ഭരണസമിതിയുടെ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ ഭരണസമിതിയെ പ്രതിനിധീകരിച്ച് വേറൊരു സംഘത്തിൽ റെപ്രസെന്റേറ്റീവ് ആകുന്നതിനോ കഴിയുകയില്ല. ഭരണസമിതിയിൽ ഒരു അവിശ്വാസം വന്നാൽ ആ അവിശ്വാസത്തില് പങ്കെടുക്കുന്നതിന് അവർക്ക് കഴിയില്ല. എന്നാൽ അവർക്ക് മറ്റ് സിറ്റിംഗ് ഫീസ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ കോപ്റ്റ് ചെയ്യുന്ന അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ സർവീസ് അവർക്ക് വേണം. മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ സർവീസ് വേണം. അത് ഒന്നുകിൽ കൊമേഴ്സ്യൽ ബാങ്കിന് ഉള്ള എംപ്ലോയി, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ ബാങ്ക്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, പഴയ DCB, സർവീസ് ബാങ്ക്, ഇങ്ങനെ ഉള്ളിടത്ത് ഉള്ള മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ സർവീസ് ഉള്ളവർ. ഇത് കൂടാതെ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, കോമേഴ്സ്, ലോ, പബ്ലിക് ഫിനാൻസ്, റൂറൽ ഡെവലപ്മെന്റ്, IT, ഇങ്ങനെ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ള 2 പേരെ കോപ്റ്റ് ചെയ്യാം. അത് പരമാവധി 2 പേരേ ഉള്ളൂ. 2 പേരിൽ കൂടുതൽ കോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സംഘത്തിന്റെ ഭരണസമിതിയിലേക്ക് മറ്റ് ഒഫീഷ്യൽ, അതായത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ബൈലയിൽ പറയുന്ന മറ്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനോ ആ സ്ഥാനം വഹിക്കാനോ അവർക്ക് കഴിയില്ല. അവര് ബാങ്കിന്റെ അല്ലെങ്കിൽ സംഘത്തിന്റെ ഉപദേശകരായിട്ട് ആ വിഷയങ്ങളിൽ എക്സ്പെർട്ട് എന്നുള്ള രീതിയിലാണ് അവര് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IHഉം IJയും ആണ്. അപ്പം അവരെ ഇത് ഏതെങ്കിലും കാര്യങ്ങളിൽ ഭരണസമിതികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഇവരെ ഒഴിച്ചു വേണം. കാര്യം ഇവര് കോപ്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഇപ്പം 17 പേര് വരെ ആവാം 15 എന്നുള്ളത്. പക്ഷെ 15 പേര് ഇലക്റ്റഡ് ആണ്. ഈ 2 പേര് കോപ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സംഘത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനകത്ത് കോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്ട്രാർക്ക് വേണമെങ്കിലും 2 പേരെ കോപ്റ്റ് ചെയ്യാം എന്നുള്ള വ്യവസ്ഥ ഉണ്ട്. ഇനി അടുത്ത 1J എന്ന് പറയുന്നത് ഒരു സംഘത്തിന്റെ ഭരണസമിതിയുടെ ടേം പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു. അതായത് ഒരു സംഘത്തിന്റെ ഭരണസമിതിയുടെ ഇത് 5 വർഷമാണ്. 2.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണസമിതിയിൽ
ചില ഒഴിവുകൾ വരികയാണെങ്കിൽ ആ ഒഴിവുകൾ ഭരണസമിതിക്ക് തന്നെ നോമിനേറ്റ് ചെയ്ത് നികത്താം. ഏതിനു ശേഷം രജിസ്ട്രാറെ അറിയിച്ചാൽ മതി. അതായത് ഇലക്ഷനിൽ കൂടെ അല്ല. അതായത് ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, ടേം പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിരിക്കണം. പിന്നെ ബാക്കിയുള്ള ടേം എന്ന് പറഞ്ഞാൽ ഭരണസമിതിയുടെ ടേം എന്ന് പറഞ്ഞാൽ പിന്നെ ഹാഫ് ടേമിന് താഴെ വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് പക്ഷെ ഈ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണോ ഒഴിവ് ആ വിഭാഗത്തിൽ നിന്നായിരിക്കണം. അതായത് ജനറൽ വിഭാഗത്തിൽ നിന്നാണ് ഒഴിവെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്നാണ്. വനിതയിൽ നിന്നാണ് ഒഴിവെങ്കിൽ വനിത. 3 വനിതകളാണ് വരുന്നത്. അതിൽ ഒരു വനിതയുടെ ഒഴിവ് വന്നു. അത് 40 വയസ്സിൽ താഴെയുള്ള വനിതയാണെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ള ഒരു വനിതയെ വേണം നോമിനേറ്റ് ചെയ്യാൻ. അടുത്ത ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്ന് ഒരാളാണ്. അതിലാണ് ഒഴിവ് വന്നെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് വേണം ഓപ്റ്റ് ചെയ്യാൻ. ഇതിന് പ്രത്യേക ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ഭരണസമിതിക്ക് തന്നെ, അതാത് സംഘത്തിന്റെ ഭരണസമിതിക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, മൊത്തം ഭരണസമിതിയുടെ കാലാവധിയുടെ പകുതിയെ കഴിഞ്ഞിരിക്കണം ആ നിലവിലുള്ള ഭരണസമിതി. പിന്നെ ആപ്കോസ് സംഘങ്ങൾ, അതായത് ആനന്ദ് പാറ്റേൺ മിൽക്ക് പ്രൊഡ്യൂസ് സഹകരണ സംഘങ്ങൾ, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘം, അതായത് നമ്മുടെ മിൽമയുടെ ഇതിൽ 3 പ്രാദേശിക പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ് ഉള്ളത്. തിരുവനന്തപുരം കേന്ദ്രമാക്കി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ 4 ജില്ല കേന്ദ്രീകരിച്ച് ഒരു യൂണിയൻ, TRCMPU എന്ന് പറയും. അടുത്തത് എറണാകുളം കേന്ദ്രീകരിച്ച് ERCMPU, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, അങ്ങനെ. പിന്നെ അങ്ങനെ 3 റീജിയണൽ പ്രൊഡ്യൂസേഴ്സ് ഇതുണ്ട്. ഇതിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അവർക്ക് വോട്ടവകാശം തിരുവനന്തപുരം ജില്ലയിലെ പ്രതിനിധിക്ക് മാത്രമേ വോട്ടവകാശം വരുന്നുള്ളൂ. കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഇപ്പോഴത്തെ അമെന്റ്മെന്റ് പ്രകാരം ഇല്ല. ഇനി അടുത്ത 28 സബ്സെക്ഷൻ 2 ആണ്. അതായത് ഒരു അംഗത്തിന് ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ ഉള്ള അയോഗ്യത. അത് അദ്ദേഹം ഒരേ സ്വഭാവത്തിലുള്ള, he is a member of the committee of more than one society of the same type. ഒരേ സ്വഭാവത്തിൽ ഒന്നിൽ കൂടുതൽ ഉള്ള ഭരണസമിതിയിൽ അംഗമാകാൻ പാടില്ല. നമ്മുടെ റൂള് 15 സംഘങ്ങളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരേ സമാന സ്വഭാവത്തിലുള്ള 2 ഭരണസമിതിയിൽ അംഗം ആകാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവത്തിനുള്ള 2 ഭരണസമിതി അംഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമുള്ള 2 സംഘങ്ങളിലെ ഭരണസമിതിയിൽ അംഗമാകാൻ പാടില്ല. വ്യത്യസ്ത സ്വഭാവമുള്ള 2 സംഘങ്ങളിലെ ഭരണസമിതിയിൽ അംഗം ആകാൻ പാടില്ല. അങ്ങനെ ഉള്ളവര് ഭരണസമിതി അംഗമായിട്ട് അയോഗ്യതവരും അവര് ഡെലിഗേറ്റ് ആവാൻ, ആ സംഘത്തിന്റെ ഡെലിഗേറ്റ് ആയിട്ട് വേറൊരു സംഘത്തിൽ പോകുന്നതിനും അയോഗ്യതയുണ്ട്. പിന്നെ അടുത്തത് സബ്സെക്ഷൻ 2A ആണ്. അത് കോടതിയില് ഇപ്പൊ
സ്റ്റേയിലിരിക്കുകയാണ്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഈ ഉത്തരവ്, ഈ ഒരു പ്രൊവിഷൻ. അതായത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ 3 തവണയിൽ കൂടുതൽ ഒരു മെമ്പർ ആവാൻ പാടില്ല, ഭരണസമിതി അംഗമാകാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ആണ്, ഫൈനൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പൊ അത് അറിവിലേക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ ആക്ടില് ഇതുവരെ അതിന്റെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ ആക്ടിൽ ഇപ്പോഴും വന്ന ഈ ഭേദഗതി കൊണ്ടുവന്നത് A, അതായത് ഒരു ഭരണസമിതിയിൽ 3 പ്രാവശ്യത്തിൽ തുടർച്ചയായി, 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായാണ്, 3 പ്രാവശ്യത്തിൽ തുടർച്ചയായി ഒരാൾ ഭരണസമിതി അംഗം ആവാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. കേരള ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് PSCS, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, 6 റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, അർബൻ ബാങ്ക്, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റീസ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ. അങ്ങനെ ക്രെഡിറ്റിൽ വരുന്ന സംഘങ്ങൾ. അതേസമയത്ത് മറ്റു പല മിസ്ലേനിയസ് സംഘങ്ങൾ, ക്രെഡിറ്റിലല്ലാത്ത മിസ്ലേനിയസ് സംഘങ്ങൾ, മാർക്കറ്റിംഗ് സംഘങ്ങൾ, കൺസ്യൂമർ സഹകരണ സംഘങ്ങൾ, ഇതിനൊന്നും ഇത് വ്യവസ്ഥ ബാധകമല്ല. പക്ഷെ ഇപ്പൊ ഇത് ആപ്ലിക്കബിൾ അല്ല, കാര്യം ഹൈക്കോടതി സ്റ്റേയിലാണ്. സാർ അതിലൊരു സംശയമുണ്ട്. സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് അത് മാറ്റിയില്ലേ? സ്റ്റേയിൽ നിന്നത് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു, അത് ഡിവിഷൻ ബെഞ്ച് അത് മാറ്റിയായിട്ടാണ് ഒരു അറിവുള്ളത്. ഞാൻ മാറ്റിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഡിവിഷൻ ബെഞ്ചിൽ ചിലപ്പോൾ കൊടുത്തു കാണും, പക്ഷെ അത് ഓർഡർ ആയിട്ടില്ല. ഞാൻ അറിഞ്ഞത് ഗവൺമെന്റിന്റെ അഭിപ്രായം, രജിസ്ട്രാറുടെ അത് സംബന്ധിച്ച് രജിസ്ട്രാറുടെ ഇത് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ലാസ്റ്റിൽ അറിഞ്ഞത്. ഇതുവരെ അത് മാറ്റിയിട്ടില്ല. കാര്യം കോടതി ഇനിയിപ്പോ അടുത്ത ഉടനെ ഹിയർ ചെയ്യും. അപ്പൊ ഇത് സംബന്ധിച്ച അഭിപ്രായം കോടതി കൂടുതൽ അഭിപ്രായമല്ല, അതിന്റെ ക്ലാരിഫിക്കേഷൻസ് രജിസ്ട്രാറെടുത്ത് ചോദിച്ചിട്ടുണ്ട്. മാറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നമുക്കത് എന്തായാലും പരീക്ഷയ്ക്ക് 2 മാസം ഉണ്ട് കുറഞ്ഞത്. അപ്പൊ അതിനിടയ്ക്ക് ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം വരും. അപ്പൊ ആ സമയത്ത് എന്നാൽ ആക്ടിൽ മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ആക്ടിൽ മാറ്റിയിട്ടില്ല, പക്ഷെ കോടതി സ്റ്റേ ഉണ്ട്. നമുക്ക് സ്റ്റേ വരുമ്പം അത് കണക്കാക്കാൻ പറ്റില്ല. എന്തായാലും അത് നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് മുമ്പ് ഇതിന്റെ ഒരു ഇത് അന്വേഷിച്ചിട്ട് തെളിവോട് കൂടി, കാര്യം കോടതി ഉത്തരവുണ്ടെങ്കിൽ അതിന്റെ ഓർഡറിന്റെ കോപ്പി സഹിതം സ്റ്റേ വെക്കറ്റ് ചെയ്തു എന്നുള്ളതാണ് രാജൻ സാർ പറഞ്ഞതുപോലെ തോന്നി. ഇന്നലത്തെ ക്ലാസ്സിൽ അത് സ്റ്റേ വെക്കറ്റ് ചെയ്തു എന്ന് രാജൻ സാർ പറഞ്ഞതുപോലെ തോന്നി. ഇല്ല സ്റ്റേ വെക്കറ്റ് ചെയ്തിട്ടില്ല. അത് പിന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടേ പറയാൻ പറ്റൂ സാർ.